സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ട്രക്ക് സാധനം അടിച്ച് കിറങ്ങി ഇരിക്കുവാണേ. എന്തോ അവിടെ നിന്ന് വലിച്ചോണ്ടിരിക്കുകയാണ്. അവര് നമ്മളെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് ചെയ്യുന്ന പോലെയാണ്. അവിടെ ഒരു പുള്ളിക്കാരി അവിടെ ഒന്ന് കാണിക്കുന്നുണ്ടോ നോക്കി. ഒരു പുള്ളി നിൽക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. നടന്ന് ഓടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള കെൽപ്പ് അവനില്ല. പക്ഷെ അവന് ക്യാമറ കണ്ട് മനസ്സിലായി. എന്റെ അമ്മേ, പുള്ളിക്കാരിക്ക് അവിടെ കുനിഞ്ഞങ്ങി, അവർക്ക് എണീക്കാൻ പോലും വയ്യ. മനസ്സിലായില്ലേ? അവരവിടെ കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കി, പോലീസുകാർ പോലും പേടിച്ച് വിറച്ചായിരിക്കും സത്യം പറഞ്ഞാൽ വരുന്നത് ഇവരുടെയൊക്കെ ഇടയിലേ. ചോദിച്ചാ വേഗം വിടാപ്പാ, വണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് മോർണിംഗ് ഫ്രം ഫിലഡൽഫിയ. അമേരിക്കയുടെ ആദ്യ തലസ്ഥാനമായിട്ടുള്ള ഫിലഡൽഫിയയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഫിലഡൽഫിയയിൽ ഞാൻ ഇന്നലെ താമസിച്ചത് ഈ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഒരു മാരത്തോൺ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മാരത്തോൺ പരിപാടിയിൽ രാവിലെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ കുറേ പേര് രാവിലെ പോയി. സമയം ഇപ്പോൾ രാവിലെ 7:30 ഇവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. സോ വിഗോ. അപ്പോൾ ഞാനിത് ഇവർ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. ഇവരുടെയൊക്കെ അപ്പന്മാർ നേരത്തെ പോയി. സോ ഇത് ബിനു ചേട്ടൻ്റെ മോനാണ്. ആൻഡ് ഹിസ് നെയിം ഈസ് നെവിൻ. ആൻഡ് ഇത് നമ്മൾ ഇന്നലെ കണ്ട ജെയ്സൺ ചേട്ടൻ്റെ മോനാണ്. ഹീസ് ജേക്കബ്. ഇവർ രണ്ടുപേരും രാവിലെ ഓടാൻ റെഡിയായിട്ട് സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇവരുടെ അപ്പന്മാരൊക്കെ ഓടിക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അവരാണ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാർ. സോ അവരൊക്കെ രാവിലെ പോയി. നമ്മൾ രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ 7:38. I think the run starts at 9, I guess, right? Yeah. So ഇവരുടെ ഇങ്ങനെ നമ്മളിങ്ങനെ ഏതൊക്കെയോ സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് ജസ്റ്റ് 11 miles ഉണ്ട് ഇവിടെ നിന്ന്. ഇങ്ങനെ ഇവിടെ ഒരു പാർക്കിലെത്തി. So we'll be running inside this park. You have okay, it's all marked. Okay. Good morning. സുഖമായിട്ടിറങ്ങി. എന്നോട് നിങ്ങൾ ഓടുന്നുണ്ടോ? ഞാൻ ഓടുന്നില്ല. നമ്മളിതെല്ലാം നിങ്ങൾ ഓടണോ? എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരുമായിരുന്നു. ഇപ്പൊ യാതൊരു പ്രിപ്പറേഷൻസും ഇല്ലാതല്ല. നമസ്കാരം. ഓക്കെ. പള്ളിക്കാരല്ല, ഫ്രണ്ട്സ്. ഓക്കെ. ആ അടിപൊളിയായിരുന്നു. നന്നായി ഇറങ്ങി. താങ്ക് യു. ഇവിടെ ഫോൺ ചെയ്ത ആളാ. പക്ഷെ എല്ലാം വാച്ച് ചെയ്യും. Thank you. We go to same church. Okay. നിങ്ങളെല്ലാം പള്ളിക്കാരാണല്ലേ? പല പള്ളിക്കാരെ. Most of the people. അത് ശരി. Okay. Very good. And ഡോക്ടർ വന്നു, ഇതിന്റെ മെയിൻ സ്പോൺസർ. ഫറൂഖ് എന്ന് പറയും. Okay. Ladies, meet Sujit Bhatt here. Thank you so much. ശിവല്ലേ? ഈ സാധനം ഓണാണോ? അത് ചിലപ്പോ ഓണാവും, ചിലപ്പോ ഓഫ് ആവും, പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ മൂഡിനനുസരിച്ചാ. അതെ. നിങ്ങളെല്ലാരും വോളണ്ടിയേഴ്സ് ആണ്. നിങ്ങളാരും ഓടുന്നില്ല? ഓടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓടും. നമ്മളെ ഓടിക്കാൻ വേണ്ടി. അത് ശരി. നമ്മളെ ഓടിക്കാൻ വേണ്ടി. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണോ? ഒരു ഫോട്ടോ എടുത്തോട്ടെ. പിന്നെന്താ? എടുക്കാമല്ലോ. നിങ്ങൾ പോലീസ് ആണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മറ്റേ ബാഡ്ജ് കയ്യിലുണ്ടാവും അല്ലേ? വേനല്ലേ? ഞാനിപ്പോ ഇവിടെ തോക്കുണ്ടല്ലോ. ഓക്കെ. ഇവർക്ക് ഞാനിങ്ങനെ പോരാൻ ഒരു പറഞ്ഞ ഒരു അഡ്വൈസ് ഉണ്ടെങ്കിൽ പോകുന്നു. പേരെന്താ? പ്ലസ് അല്ലേ? താങ്ക് യു. ഇത് മനസ്സിലായില്ലേ? ഓടുന്നതിന് പരിപാടി നടക്കട്ടെ, കാണാം. തീർച്ചയായും. 1 go! Make some noise! Let's go, runners! We're running in this marathon! Come on! ഇങ്ങനെ ഇവിടുത്തെ ഓട്ടം പരിപാടികളെല്ലാം കഴിഞ്ഞ്. സോ ഇത് ബ്ലസൻ കൊല്ലംകാരനാണേ. ബ്ലസൻ ഇവിടെ പത്തനാപുരക്കാരനാണ്. ബ്ലസൻ ഇവിടെ 2008 വന്ന് പോലീസാണോ എന്നുള്ള മോഹവുമായിട്ട് ഇങ്ങനെ ചോരത്തിളപ്പിൽ അങ്ങനെ ഫൈനലി പോലീസായി. അത് വെറും പോലീസല്ല, സർജൻ്റാണ്. സർജൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ സീരീസൊക്കെ കാണുന്നവർക്ക് അറിയാം. ഞാൻ റൂക്കി കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അതിനകത്ത് സർജൻ ഗ്രേനയൊക്കെ പോലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ സർജൻ്റാണ്. സർജൻ ബ്ലസൻ ആണല്ലേ? അതിൻ്റെ ബാഡ്ജ് ഉണ്ട്, തോക്കുണ്ട്. യൂണിഫോം ഇല്ല, ഇന്ന് ഓഫ് ആയതുകൊണ്ട് യൂണിഫോമേ വന്നിട്ടില്ല, വണ്ടിയില്ല. ഓഫ്. നമ്മൾ എന്തായാലും ഇതൊക്കെ സെറ്റായിട്ട് നമ്മൾ ഒരു ദിവസം വീഡിയോ എടുക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ എന്തായാലും സന്തോഷം. തീർച്ചയായും.
ഇവിടെ ഒത്തിരി പോലീസുകാരുണ്ട് മലയാളികൾ അല്ലേ? നമുക്ക് ആക്ച്വലി അമേരിക്ക വൈഡ് ആയിട്ട് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? അമേരിക്കൻ മലയാളി പോലീസ് അസോസിയേഷൻ. അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇപ്പൊ ഞങ്ങൾക്ക് 165ഓളം മെമ്പേഴ്സ് ഉണ്ട് അമേരിക്ക വൈഡ് ആയിട്ട്. ഏതൊരു മലയാളിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ചെയ്താൽ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. സോ തീർച്ചയായും FBI, സീക്രട്ട് സർവീസ്, ലോക്കൽ പോലീസ്, ഫെഡറൽ പോലീസ് എല്ലായിടത്തും മലയാളികളുണ്ട്. അതാണ് നമ്മളൊരു ഗംഭീര വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും. അപ്പം സന്തോഷം. ഇവിടെ വേറൊരു പോലീസുകാരുണ്ട്. പേരെന്താ? എൻ്റെ പേര് സിജോ. സിജോ. അപ്പൊ നിങ്ങൾ എന്തായിട്ട് വർക്ക് ചെയ്യണേ? ഡെപ്യൂട്ടി ഷെറിഫ്. ഡെപ്യൂട്ടി ഷെറിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്യൂട്ടി ഷെറിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് അണ്ടർ ദ കോർട്ട് സിസ്റ്റം. നമ്മുടെ ജഡ്ജസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ജഡ്ജസിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. ശരി. ജഡ്ജസ് മനസ്സിലായി. അപ്പൊ അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് പല ആൾക്കാരുണ്ട്. ഉണ്ട്, ഷെറിഫ്സ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ പോലീസ് മെയിൻലി ഇൻവെസ്റ്റിഗേഷൻ, പെട്രോളിംഗ് സ്റ്റഫ്. We handle PFAs, warrants, evictions. വെരി ഗുഡ്. ജഡ്ജ് ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം. തീർച്ചയായും. ഇവര് ഓടിക്കഴിഞ്ഞില്ലേ? കയ്യെ കാണിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നല്ല പരിപാടിയായിരുന്നു. കഴിഞ്ഞില്ലല്ലേ? രാവിലെ ഓടിക്കാനും ഓടാനും ഒക്കെ ആയിട്ട് ഇറങ്ങിയ ആൾക്കാരുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഗംഭീര പരിപാടിയായിരുന്നു കേട്ടോ. 300 പേരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ മലയാളികൾ. ഇവരെല്ലാം ഈ കോട്ടയം, നമ്മുടെ നാട്ടുകാരാണ്. കോട്ടയം, കൊല്ലം, ഇടുക്കി ഈ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. മെജോറിറ്റി ആൾക്കാരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഫിസിയോതെറാപ്പിസ്റ്റുമാരും നേഴ്സസും റേഡിയോളജിസ്റ്റ് അങ്ങനെ പല ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എന്താണിത്, ചിക്ക്-ഫിലെയോ? ചിക്ക്-ഫിലെ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ KFC പോലത്തെ കടയാണോ? അല്ല, മക്ഡൊണാൾഡ്സ് അതുമല്ല. പിന്നെ ഇത് ചിക്ക്-ഫിലെ എന്ന് പറയും. ചിക്ക്-ഫിലെ ചിക്കൻ, ഇവിടെ ബീഫില്ല, ചിക്കൻ മാത്രമേ ചിക്കൻ മാത്രമേ ഉള്ളൂ. അത് ശരി. ഓക്കെ. ഇത് സ്പൈസി ചിക്കൻ, ചീസൊക്കെ വെച്ച് ലുക്കിംഗ് ഗുഡ്. അടിപൊളി സംഭവം. പിന്നെ ഫ്രൈസ് ഒക്കെ ഉണ്ടല്ലേ? ഫ്രൈസ് ഇങ്ങനത്തെ ഡിഫറെന്റ് ഷേപ്പിലുള്ള ഫ്രൈസ് ആണ്. ഈ സോസിന് എന്താ പ്രത്യേകത? ഇത് മയനൈസ് ഒക്കെ ഉള്ളതാ. മയനൈസ് വെച്ചുള്ള ചിക്ക്-ഫിലെ സോസ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ ഫാസ്റ്റ് ഫുഡ് ചെയിനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഫാസ്റ്റ് ഫുഡിന്റെ അയ്യരുകളിയാണ് ഇവിടെ അമേരിക്കയിൽ വന്നു കഴിഞ്ഞാല്. നല്ല ജ്യൂസിയാണ് ആ ഒരു പാറ്റി ഉണ്ടല്ലോ ചിക്കൻ്റെ. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു പാറ്റി. ഇത് സ്കൂളാണ്. ഏത് സ്കൂള്? ഈ മുമ്പിൽ കാണുന്ന ബിൽഡിങ്ങോ? അപ്പൊ പുറകിലത്തെ അത് വേറെ, അത് അപ്പാർട്ട്മെന്റ്. റോമൻ കാത്തലിക് ഹൈസ്കൂൾ ബിൽഡിംഗ്. നമ്മളിപ്പോ അങ്ങനെ ഡൗൺ ടൗൺ ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഡൗൺ ടൗൺ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഫിലഡൽഫിയയുടെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫിലഡൽഫിയ ഡൗൺ ടൗണിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് കറങ്ങാനായിട്ട്. ഈ കാണുന്ന ബിൽഡിംഗ് കണ്ടോ? ഇത് ഫിലഡൽഫിയ ഹോട്ടൽ എന്നും പറഞ്ഞുകൊണ്ടൊരു ഹോട്ടൽ ബിൽഡിംഗ് ആണ്. അതിന്റെ മുമ്പിൽ എന്തോ കല്യാണത്തിന് വേണ്ടി കുറെ ആൾക്കാർ വന്നിട്ട്, ഇത് കല്യാണ വണ്ടിയാ, ഈ ബസ്സിലേക്ക് കയറുന്നുണ്ടോ? ഈ ഗൗണൊക്കെ ഇട്ട ആൾക്കാരൊക്കെ വന്ന ബസ്സിലേക്ക് കയറുന്നു. ഈ ഡൗൺ ടൗണിൽ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ വലിയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഡൗൺ ടൗൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വലിയ കെട്ടിടങ്ങളൊന്നും കാണില്ല. ഡൗൺ ടൗണിൽ വരുമ്പോൾ നമുക്ക് വലിയ കെട്ടിടങ്ങൾ, അത് പല സ്ഥലത്തും അങ്ങനെ കേട്ടോ. ഇത് പൊളിച്ചു. ഇതാണ് സിറ്റി ഹാളോ? അടിപൊളി. ഇത് തകർത്തു. ഗംഭീര വ്യൂ. എന്ത് മനോഹരമാണ് ആ ബിൽഡിംഗ് കാണാനായിട്ട്. ഓ, ശരിക്കും നമുക്ക് അതുപോലത്തെ ഒരു ബിഗ് ബസ് എന്ന് പറഞ്ഞിട്ട് ആ ബിഗ് ബസ്സിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ കിട്ടും. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് കിടിലം വ്യൂ ആണെന്ന് നോക്കി. ആ വലിയ കെട്ടിടങ്ങൾക്കിടയിൽ നമുക്ക് കാണുന്ന ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു കെട്ടിടമാണ് ഫിലാഡൽഫിയ സിറ്റി ഹാൾ എന്ന് പറയുന്നത്. ഫിലാഡൽഫിയയുടെ സെന്റർ എന്ന് പറയുന്നത് ഈ സിറ്റി ഹാളാണ്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ കണ്ടില്ലേ? ഇത് വാണമേക്കർ ബിൽഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് തിങ്ക് ഷുഡ് ബി എ ഹോട്ടൽ ഐ ഗസ്. പിന്നെ ഈ കെട്ടിടങ്ങളൊക്കെ ആണെങ്കിലും എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫിലാഡൽഫിയ സിറ്റി ഹാൾ എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു എംപയർ സ്റ്റൈൽ മുനിസിപ്പൽ ബിൽഡിംഗ് എന്ന് പറയാം. ഇത് ശരിക്കും ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രീ സ്റ്റാൻഡിങ് മസോണറി ബിൽഡിംഗ് എന്നാണ് ഇതിനെ പറയുന്നത്. 1901 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 1901. അപ്പോൾ എത്ര വർഷം ആയി എന്ന് നിങ്ങൾ നോക്കിച്ചേ. ജോൺ മക്കാർത്തൂർ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറാണ് ഇത് ഡിസൈൻ ചെയ്തത്. 88 മില്യൺ ബ്രിക്സ് ഫേസ്ഡ് വിത്ത് മാർബിൾ ആൻഡ് ലൈംസ്റ്റോൺ എന്നാണ് പറയുന്നത്. അത്രയും ബ്രിക്സ്, മാർബിൾ ആൻഡ് ലൈംസ്റ്റോൺ ബ്രിക്സ് ഉപയോഗിച്ചാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം അവർ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരിക്കും ഇതൊക്കെ ഗവൺമെൻറ് ഓഫീസുകളാണ് ഈ സംഭവങ്ങൾ കംപ്ലീറ്റ്. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് മുനിസിപ്പൽ ബിൽഡിംഗ് എന്നാണ്
ഇതിന് പറയപ്പെടുന്നത്. ഇതിന് ധാരാളം വേൾഡ് റെക്കോർഡ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 1901 ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞോടുകൂടി ഇത് ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് വിത്തൗട്ട് എ സ്റ്റീൽ ഫ്രെയിം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വേൾഡ് റെക്കോർഡൊക്കെ ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ള ഫിലാഡൽഫിയയുടെ ആ ഒരു നഗരത്തിൻ്റെ വലിയൊരു ചാം എടുത്തു കാണിക്കുന്ന ആ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു സിറ്റി ഹാൾ ബിൽഡിംഗ്. ഇത് മെട്രോ സ്റ്റേഷൻ്റെ ആണോ? ജെഫേഴ്സൺ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് സ്റ്റേഷനാണ് കേട്ടോ. സ്റ്റേഷൻ്റെ എൻട്രൻസ് ആണത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഹിൽട്ടൺ ഗാർഡൻ എന്നും പറഞ്ഞിട്ടൊരു കൺവെൻഷൻ സെൻറ്റർ കണ്ടോ, അതിൻ്റെ അടിയിൽ കൂടെയാണ് റോഡ് പോകുന്നത്. അതൊക്കെ ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ റോഡ് പണിത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പാർക്കിങ്ങും അതും ഇതൊക്കെ ആയിട്ട് കൊള്ളാം. അടിപൊളി. ഇത് പള്ളിയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ പള്ളികളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത കിടിലൻ കെട്ടിടങ്ങൾ. ഇത് ശരിക്കും യൂറോപ്പിൽ പോലും കാണത്തില്ല ഇത്രയും ഭംഗിയുള്ള കെട്ടിടങ്ങളെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ മുമ്പിൽ 548 അടി ഉയരത്തിലുള്ള ആ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ക്ലോക്ക് ടവറാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടോ? ന്യൂജേഴ്സിയിലെ ബസ്സാ? ഇത് ഞാൻ ന്യൂയോർക്കിൽ വെച്ച് കണ്ടായിരുന്നു ഇങ്ങനത്തെ വണ്ടികൾ, ഇതുപോലത്തെ വണ്ടികൾ. നോക്കി എന്തല്ലേ പെട്ടി വണ്ടി. ഹാർഡ് റോക്ക് കഫേ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അത് പെൻസിൽവാനിയ കൺവെൻഷൻ സെന്റർ. ഓഫ് ബിൽഡിംഗ് ഒക്കെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും അടിപൊളി കേട്ടോ. ഒരു മണിക്കൂർ വണ്ടി പാർക്കാൻ $14 ഗൈസ്. 2 മണിക്കൂറിന് $24. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറകെന്നിരുന്നതാണ്. ഞാനിവിടെ പാവം ജെയ്സനെ ഡ്രൈവറാക്കി. ഈ കാണുന്നതാണ് ഇവരുടെ നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെൻറ്റർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. പിന്നെ ഈ കാണുന്ന ഇൻഡിപെൻഡൻസ് വിസിറ്റർ സെൻറ്റർ. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് അവിടെ ലിബർട്ടി ബെല്ലും അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഹാളും കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു വിസിറ്റർ സെൻറ്ററാണ്. ശരിക്കും അമേരിക്കയുടെ ഭരണഘടന എഴുതപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ഒപ്പുവെച്ച് സ്വാതന്ത്ര്യം ലഭിച്ച സ്ഥലം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ഹാൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ടൂർ എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, ചരിത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ. പക്ഷേ ടൂർ ഫ്രീ ആണ്. ചെറിയ എന്തോ ഒരു പ്രോസസ്സിങ് ഫീയോ മറ്റോ ഒരു ചാർജ് ചെയ്യുന്നുള്ളതെന്നല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടൂറൊന്നും എടുക്കുന്നില്ല. നമ്മളിപ്പോൾ നേരെ അത് കാണാൻ വേണ്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടുത്തെ ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറയുന്ന നമ്മുടെ മുമ്പിൽ ഇവിടെ കാണുന്ന ഈ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ കെട്ടിടം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽവാനിയയിലെ ചെസ്നട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയുടെ ചരിത്രത്തിൽ വളരെ സ്ഥാനമുള്ള ഈ ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഇവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനും അതേപോലെ തന്നെ ഇവരുടെ ഭരണഘടനയുടെ അംഗീകാരണത്തിനുമൊക്കെ വേദിയായത്. 1753 ഇത് നിർമ്മിക്കപ്പെട്ടത്. ഒരു ജോർജിയൻ ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം. ഈ 1753 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടുത്തെ ഈ പെൻസിൽവാനിയ പ്രവിൻസിക്ക് വേണ്ടി പണികഴിപ്പിച്ച ഒരു നിർമ്മാണ സഭാ മന്ദിരമായിരുന്നു ഈ കാണുന്ന ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറയുന്നത്. പിന്നീട് ഇത് പെൻസിൽവാനിയയുടെ സ്റ്റേറ്റ് ഹൗസ് ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഇൻഡിപെൻഡൻസ് നാഷണൽ ഹിസ്റ്റോറിക് പാർക്കിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്ന ഈ ഒരു കെട്ടിടം. കൂടാതെ ഇതൊരു ലോക പൈതൃക കേന്ദ്രവും കൂടിയാണ്. ചുവന്ന ഇഷ്ടിക കഷ്ണങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചുവന്ന ഇഷ്ടികകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു നിർമ്മാണം പൂർത്തിയാക്കിയത്. നമ്മളിപ്പോൾ ഇതിനകത്ത് പോകുന്നത് ലിബർട്ടി ബെല്ല് കാണാൻ വേണ്ടിയാണ്. ഈ ലിബർട്ടി ബെല്ല് എന്ന് പറയുന്നത് എന്താണ് സംഭവം? ഹിസ്റ്റോറിക് ഫ്രീഡം ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സിമ്പലാണ് ഈ ഒരു ലിബർട്ടി ബെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിബർട്ടി ബെല്ല് കാണാൻ വേണ്ടിയാണ് നമ്മൾ അകത്തേക്ക് കയറാൻ ക്യൂ നിൽക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ലിബർട്ടി ബെല്ല് അകത്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കാണാൻ വേണ്ടി കയറിയേക്കാണ്. അതായത് ഇവരുടെ ഡെമോക്രസിയുടെയും അതേപോലെ തന്നെ എന്തിൻ്റെ ഫ്രീഡം അല്ലേ, ഫ്രീഡം സ്വാതന്ത്ര്യം അതിൻ്റെ എല്ലാം സിമ്പലായിട്ടുള്ള ആ ഒരു ബെല്ലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന് പോലും ക്രാക്ക് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഏത് രീതിയിൽ വേണം നമുക്ക് വ്യാഖ്യാനിക്കാം. നല്ലതായിട്ടോ ചീത്തയായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് വ്യാഖ്യാനിക്കാം. ശരിക്കും ക്രാക്ക് ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡെമോക്രസി പാളിപ്പോയി എന്നല്ലേ എൻ്റെ അർത്ഥം? അങ്ങനല്ലേ പറയേണ്ടത് അല്ലേ? അറിയില്ല. എന്തായാലും അതിൻ്റെ മുമ്പിൽ നിന്ന് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നതാണ് ആ ഒരു ബെൽ എന്ന് പറയുന്നത്. എന്തായാലും ഇത് ഒരു ഗംഭീര സംഭവം കേട്ടോ. ആ ക്രാക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വിസിബിൾ ആവണം. ഈ സാധനം ഇവർ അന്നത്തെ കാലത്ത് ലണ്ടനിൽ നിന്ന് ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്, ഇംഗ്ലണ്ടിൽ നിന്ന് ഉണ്ടാക്കിയാണ് കൊണ്ടുവന്നത്. ഇവിടെ ഉണ്ടാക്കാനുള്ള പരിപാടിയൊന്നും ഇല്ലാതെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. എന്തായാലും ഇംഗ്ലണ്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന
ആ ഒരു ബെല്ലാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ഈ കണ്ട പല സ്ഥലങ്ങളും റോക്കി എന്ന് പറഞ്ഞ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു അല്ലേ? ഞാനാ കണ്ടിട്ടില്ല ആ സിനിമ, ഭയങ്കര ഫേമസ് ആണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടു. ഞാൻ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ആ സിനിമ പോയി കാണണം. ആ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന പല സ്ഥലങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. സിറ്റി ഹോളും പിന്നെ ഇൻഡിപെൻഡൻസ് ഹോളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ആ സിനിമയിൽ കാണിക്കുന്ന കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, അത് നമ്മൾ ഇനി കാണാൻ പോകും. ട്രെയിൻ ചെയ്യും, അങ്ങനെ കുറേ പരിപാടികളുണ്ട് ചേച്ചി. അതായത് കൊള്ളാം കേട്ടോ. ഫൺ ക്യാബ് കരോക്കെ ബസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വണ്ടിയാണ്. നോക്കി, അടിപൊളി. അത് കൊള്ളാം കേട്ടോ, അത് കൊള്ളാം പരിപാടി. പാട്ടൊക്കെ പാടി നമ്മളാണെ പറയും പബ്ലിക് ന്യൂസൻസ് ആണെന്ന്. ഇത് കണ്ടില്ലേ, ഇവരാൾക്കാർ ചെയ്യുന്ന കണ്ടില്ലേ? ഇതേ സംഭവം ഒരു ഇന്ത്യക്കാരനാണ് ഇപ്പൊ അതിനകത്തൊരു 4 ഇന്ത്യക്കാരിരുന്ന് പാട്ട് പാടി പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിന് താഴെയുള്ള കമന്റ് മൊത്തം അവിടെ പുറം നാട്ടിൽ പോയി കിടന്ന് നമ്മൾ അലമ്പ് കാണിക്കുന്നു എന്നായിരിക്കും. എടാ, നമ്മുടെ നാട്ടിലെക്കാട്ടി അലമ്പ് ഇവിടുത്തെ ആൾക്കാർ കാണിക്കുന്നുണ്ടല്ലേ, വേറെ നാട്ടിൽ ആൾക്കാർ കാണിക്കുന്നുണ്ട്. സ്പെയിനിലെ ടൊമാറ്റോ ഫെസ്റ്റിവല് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഫ്രാൻസില് പാരീസില് റോഡിന് നടുവിൽ കുറെ തമിഴന്മാർ തേങ്ങ ഉടക്കുന്ന ഒരു സംഭവം കണ്ടായിരുന്നു. ചേട്ടാ, ആ തമിഴന്മാർ അവിടുത്തെ സിറ്റിസൻസ് ആണ്. നിങ്ങൾ അറിയോ? ഈ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ തമിഴന്മാരല്ല, അവർ ശ്രീലങ്കയിൽ നിന്ന് വന്ന് പണ്ട് വന്ന തമിഴന്മാർ. അവരവിടുത്തെ സിറ്റിസൻസാ. അവരാണത്, അവരുടെ സെലിബ്രേഷൻ ആണ് ചെയ്യുന്നത്, അവരുടെ നാടാണത്. അവർക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബേംബുടെ പോയപ്പോഴത്തേക്കും ഞാൻ കുറെ ഇന്ത്യൻ ഒറിജിനൽ ആൾക്കാരെ കണ്ടു. അവന്റെയൊക്കെ ഗ്രാൻഡ് ഫാദറിന്റെ കാലത്ത് അവരൊക്കെ വെസ്റ്റ് ഇൻഡീസിലേക്ക്, ട്രിനിഡാഡിലേക്കും ബേംബുഡയിലേക്കും പോയത്. അവർക്ക് ഇന്ത്യ കണ്ടിട്ട് പോലും ഇല്ല. അവന്മാർക്ക് ഇന്ത്യനെ പറ്റി ഒരു കോപ്പും അറിയത്തില്ല. ഈ ലുക്സ് ലൈക്ക് ഇന്ത്യൻ, അത്രേ ഉള്ളൂ. അപ്പോൾ സ്പെയിനിൽ ടൊമാറ്റോ ഫെസ്റ്റിവൽ നടത്തി അവർക്ക് ആർത്ത് വിളിച്ച് പൂക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഒരു പരിധി വരെയൊക്കെ. പിന്നെ അതല്ലാതെ വേറെ കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇല്ലേ, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കയ്യിൽ നിന്ന് തന്നെ. പക്ഷേ ചില കാര്യങ്ങളിൽ എല്ലാത്തിനും നമ്മളങ്ങോട്ട് അടച്ചങ്ങോട്ട് ആക്ഷേപിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ ഇവർ ഇവിടെ വന്നു, ഇവർ വന്നിട്ട് 10-20 വർഷമായി. ഇനി ഇവരുടെ മോനും ഇവരുടെ മക്കളൊക്കെ വലുതാകുമ്പോഴത്തേക്കും ദേ ആർ നോട്ട് റിലേറ്റഡ് ടു ഇന്ത്യ എനിമോർ. അവർ ഇന്ത്യൻ സിറ്റിസൻസേ അല്ല, ഇന്ത്യയോട് ഒരു ബന്ധവുമില്ല, അവർക്ക് ഇന്ത്യൻ കൾച്ചർ പോലും ഉണ്ടാവില്ല. അവർ ഇവിടുത്തേവരായിരിക്കും. അപ്പോൾ അവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും നാളെ പോക്കറ്റം കാണിച്ചാൽ ഇന്ത്യക്കാരനെ എന്ന് പറഞ്ഞത് വരുമോ? ഇല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലിപ്സ് കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പൂന്ത് വളയാടും. ആ മുമ്പിൽ കാണുന്ന ആ കെട്ടിടമാണ് ഫിലഡൽഫിയ മ്യൂസിയം ഓഫ് ആർട്ട് എന്ന് പറയുന്ന ആ ഒരു കെട്ടിടം. ഈ കെട്ടിടമാണ് ശരിക്കും അവിടെ ആൾക്കാരൊക്കെ ഓടി കയറുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോക്കി സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ലൊക്കേഷൻ. റോക്കിയുടെ സ്റ്റാച്ചു ആണല്ലേ? റോക്കിയുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് ചേച്ചോളൂ, നോക്കി എന്താ. ശരിക്കും ഇതൊരു മ്യൂസിയം ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിനിമ കാരണമാണ് ഇവിടെ അത്രയും ആൾക്കാർ വരുന്നത്. ഫിലഡൽഫിയ മ്യൂസിയം ഓഫ് ആർട്ട് എന്ന് പറയുന്ന ആ വളരെ മനോഹരമായിട്ടുള്ള കെട്ടിടത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. റോക്കി മൂവി ഇനി വേണം പോയി കാണാനായിട്ട്. റോക്കി മൂവി കാണാത്ത ആൾ മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റോക്കി പല സിനിമകളുണ്ട്. ഇതിൻ്റെ മുമ്പിൽ ആൾക്കാർ കുറച്ച് പേര് നിന്ന് കയറ് പാടുന്നുണ്ട്. അതാ നോക്കട്ടെ പോയിട്ട്. ഞാനേ അവിടെ ആ ഒരു പാട്ട് പാടുന്ന വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നേ. അപ്പോൾ വീഡിയോ എടുത്ത് ഇങ്ങനെ കൊണ്ട് മാറിയപ്പോഴത്തേക്കിനും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു സാധനം തന്നു. ലേണിംഗ് ടു നോ ദ ബൈബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു വി ആർ ക്രിസ്ത്യൻസ്, വി ബിലീവ് ഇൻ ബൈബിൾ, വുഡ് യു ലൈക്ക് ടു നോ മോർ ഡീറ്റെയിൽസ്? ഞാൻ പറഞ്ഞു ഐ നോ, ഐ അപ്രീഷിയേറ്റ്. അതായത് സംഭവം എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ ആളുകൾക്ക് മതം എന്നുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിനി കാണിക്കാൻ പോകുന്ന ഫിലാഡൽഫിയയുടെ മറ്റൊരു മുഖം കണ്ടു കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ മതം അതേപോലെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഫാമിലി മോറൽ വാല്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പല സംഭവങ്ങളിൽ നിന്നൊക്കെ ഒരു മാറി നിൽക്കുന്നൊരു സംഭവം. പക്ഷേ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു വിൽ റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്നുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ മതം വേണം, ഓവറായി കഴിഞ്ഞാലാണ് പ്രശ്നം. ഇവിടെ ഫുള്ള് റോക്കിയുടെ സ്റ്റാച്ചു ആണ് ഗൈസ്. ഫ്രണ്ടിലും ഉണ്ട്, സൈഡിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലാവരും മറ്റേ ബോക്സിങ് റോക്കി. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് പരിപാടി. ചാടി കയറി ഓടി വരിക, ഫോട്ടോ എടുക്കുക, അതാണ് ഇവിടുത്തെ ആളുകളുടെ പരിപാടി. ഇവിടെ വരുന്ന എത്ര പേര് ഈ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കയറുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും വന്ന് റോക്കിനെ കണ്ടിട്ട് തിരിച്ചു പോവാം. റോക്കിയുടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ധൃതിയാണ് ഗൈസ്. റോക്കി മാത്രമല്ല, അവിടെ സ്പൈഡർമാനും ഉണ്ട്. അയാൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ആളാന്ന് തോന്നുന്നു. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്ന
വീഡിയോ എടുത്തിട്ട് തിരിച്ച് കയറുന്ന രീതിയിലാക്കിയാലോ. ഓടി കയറിപ്പോകാനുള്ള സ്റ്റാമിന ഇപ്പം ഇല്ല. ഓടണം. ഇന്ന് പിള്ളേർ ഓടി കണ്ടില്ലേ അവിടെ 5K മാരത്തൺ ആയിരുന്നു അത്. 5K. അപ്പോൾ 5K എന്ന് പറഞ്ഞാൽ അവിടുത്തെ 5 മൈൽസ് കേട്ടോ, 5 മൈൽ. ഞാനും പതുക്കെ ഓടാനുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഇച്ചിരി ഡയറ്റൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ല. കാരണം ഫുള്ള് ഫാസ്റ്റ് ഫുഡും പരിപാടികളൊക്കെയാണ്. സോ ഡയറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. ഇതെന്ത് കടയാണ്? ബ്രാൻഡി മെൽവിൽ എന്നും പറഞ്ഞിട്ടൊരു കട. ആ കടയിൽ കയറാൻ വേണ്ടി ഇവിടെ കുറേ ആൾക്കാർ, ഇവിടെ കുറേ പെണ്ണുങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. എന്താ സംഭവം അറിയത്തില്ല, എന്തോ ഒരു ഫേമസ് കടയാണെന്ന് തോന്നുന്നു. സോ പീപ്പിൾ ആർ സ്റ്റാൻഡിങ്. ആപ്പിൾ സ്റ്റോറിന്റെ തിരക്ക് തന്നെ കേട്ടോ ഇവിടെ. അതെ ആപ്പിൾ സ്റ്റോറിൽ ആൾക്കാർ ഫോൺ വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന തിരക്കാ. ഐഫോൺ ഇറങ്ങിയിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടും ഇവിടത്തെ തിരക്കിനൊരു കുറവില്ല. എല്ലാവരും വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ക്യാമറയും പിടിച്ചോണ്ട്. നോക്ക്, അവർ കൺട്രോൾ ചെയ്താണ് അകത്ത് ഫോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ കൺട്രോൾ ചെയ്താണ് അവരകത്ത് കയറ്റി വിടുന്നത്. അതിനകത്ത് ക്രൗഡഡ് ആക്കാൻ പാടില്ലല്ലോ. എന്തോന്നിടേ. ഞാനിവിടുത്തെ ആപ്പിൾ സ്റ്റോറിൽ കയറിയിട്ട് ഐഫോൺ വാങ്ങാനൊരു പ്ലാനുണ്ട്. പക്ഷേ പഴയ ഫോണിന് എന്ത് വില കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ആപ്പിൾ സ്റ്റോറിൽ ഒന്ന് വന്നതാണേ. അതിൻ്റെ ഫ്രണ്ടിൽ ഇന്ന് അവധി ആയതുകൊണ്ടാണെന്നായിരിക്കും തോന്നുന്നു, എനിക്കറിയത്തില്ല, എന്താ തരത്തില്ല. അവിടെ ഭയങ്കര തിരക്കാം. നമ്മളിപ്പോൾ ഇവിടെ റെഡിങ് ടെർമിനൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നതാണ്. ഇതാണോ റെഡിങ് ടെർമിനൽ മാർക്കറ്റ്? ഇതൊരു മാർക്കറ്റ്. ഫുഡ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിടിലൻ സ്ഥലം. കഞ്ചാവിന് വളമുണ്ടല്ലോ. ഫ്രൂട്ട്സ് ഒക്കെ കണ്ടില്ലേ, അടിപൊളി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ പല പല സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റാണ്. അവിടെ ഭയങ്കര റേറ്റ് കുറവാണല്ലോ. ഇതാണ് നിങ്ങളുടെ മെയിൻ ചന്ത അല്ലേ ഇവിടത്തെ? ആണോ? അങ്ങനെയാണോ? അല്ല, അങ്ങനെയൊന്നുമില്ല. റെഡിങ് ചന്ത, നമ്മൾ ഈ പാളയം മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ മാർക്കറ്റാണ് ഈ കാണുന്നത്. മീറ്റൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, എൻ്റെ പൊന്നോ, അടിപൊളി. ഇതെന്താ സാധനം? പന്നിയില്ലേ? ആണോ? അടിപൊളി. ഇത് സ്മോക്ഡ് ബോൺസ് ഫോർ ഡോഗ്സ്. പട്ടികൾക്ക് വേണ്ടിയുള്ള എല്ലും കഷ്ണമാണ് ഇത്. കണ്ടില്ലേ നോക്കി? ഇവിടെ താഴെ വേറെ ഉണ്ട്. ഇതൊക്കെ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയാമല്ല, പക്ഷേ കുറേ സാധനങ്ങളുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് സ്മോക്ഡ് ടർക്കി വിങ്സ്, ഡ്രം സ്റ്റിക്ക്, ടർക്കി കോഴിയുടെ സാധനങ്ങളാണ് കാണുന്നത്. ഇതിനകത്ത് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഡാനീസ് കിച്ചൺ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണാം. പിന്നെ പല സംഭവങ്ങൾ, അതായത് ഫുഡും ഇറച്ചിയും പച്ചക്കറിയും എല്ലാ സംഭവങ്ങളും വെച്ച് വിൽക്കുന്ന ഒരു സ്ഥലം. അതാണ് ഈ ഒരു ഏരിയ. അമേരിക്കയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു മാർക്കറ്റിൽ വരുന്നത്. ഇവിടെ പല ടൈപ്പ് ഫുഡ് ഉണ്ട് കേട്ടോ. എന്ത് ടൈപ്പ് ഫുഡ് വേണോ അതെല്ലാം കിട്ടും. അതായത് ചൈനീസ് ഫുഡ് ഉണ്ട്, കൊറിയൻ ഫുഡ് ഉണ്ട്, ഇന്ത്യൻ ഫുഡ് ഉണ്ട്, അറബിക് ഫുഡ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഫുഡ് ഉണ്ട്, ഇറ്റാലിയൻ ഫുഡ് ഉണ്ട്, യൂറോപ്യൻ ഫുഡ് ഉണ്ട്, അമേരിക്കൻ ഫുഡുകളുണ്ട്, അങ്ങനെ സംഭവങ്ങളുണ്ട്. അങ്ങനെ പല പല ടൈപ്പ് ഫുഡുകളുണ്ട്. ആൾക്കാരൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എനിക്ക് ഭയങ്കര തിരക്കാണല്ലോ. ഇത് തന്നെ സംഭവം എസ്പ്രസോ, അങ്ങനെ ഓരോരോ സംഭവങ്ങൾ, ഓരോ എണ്ണയും, അങ്ങനെ പല പല പരിപാടികളൊക്കെയാണ്. സാൽമൺ കണ്ടോ കഴിച്ച് നോക്കി? സാൽമൺ അങ്ങനെ പല ടൈപ്പ്, പല കട്ടിലുള്ള സാൽമൺ ഇവിടെ ഇങ്ങനെ സ്മോക്ഡ് ഉണ്ട്, അല്ലാത്തതുണ്ട്. മത്തിയുണ്ട്. മത്തി, വെരി ഗുഡ്. മത്തി, പിന്നെ മസൽ, അങ്ങനെ സ്കാലപ്സ്, ഓയിസ്റ്റേഴ്സ്, കാലമാരി, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. ഫിലഡൽഫിയയിലെ ഒരു മെയിൻ ഒരു ഐറ്റമാണ് പ്രസൽസ് എന്ന് പറയുന്നത്. ആ പ്രസൽസ് ആണ് ഇവിടെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രസൽസ് ആണോ? അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാധനം, പല പല സംഭവങ്ങൾ. ഈ ഉണ്ടാക്കുന്ന പ്രസൽസ് ആണോ? അടിപൊളി. ഇത് കണ്ടല്ലേ, ഇത് ഹലപ്പിനോ ചെഡാർ ഡോഗ്, ഓൾ ബീഫ് ജംബോ ഡോഗ്, സ്പൈസി ബീഫ് സോസേജ്, സ്മോക്കി ചെഡാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല സംഭവങ്ങളാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലുക്കിംഗ് യമ്മി മാൻ. ഇവിടെ സുഷി, പിന്നെ അതേപോലെ തന്നെ കുക്ക്ഡ് സീ ഫുഡ്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ തരത്തിലുള്ള വെറൈറ്റി ഭക്ഷണം പല സ്ഥലത്തും ഇതേപോലെ കിട്ടും എന്നുള്ളതാണ്. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മദ്യവും കിട്ടും വാങ്ങിക്കാനായിട്ട്. അതായത് ഒരു സൈഡിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കാം, മറ്റൊരു സൈഡിൽ നിന്ന് മദ്യവും വാങ്ങിക്കാം. അതാണ്. ഇതെന്തൊക്കെയാണോ ആയിരിക്കും, എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും അമേരിക്കൻ പ്രോഡക്റ്റുകളാണെന്ന് തോന്നുന്നു കൂടുതലും. മറ്റേ ഡ്രിങ്ക് ലോക്കൽ എന്നും പറഞ്ഞുകൊണ്ട് പെൻസിൽവാനിയ ബർത്ത് പ്ലേസ് ഓഫ് റൈ വിസ്കി എന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് വാറ്റുന്ന സാധനമാണെന്ന് തോന്നുന്നു. അതാണ് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ, നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിസ്കികളാണ്. എനിക്ക് ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, സോമസെറ്റ്.
ഇത് മറ്റേ ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽ വിസ്കികളാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ $50, $55, $80 വിലയുണ്ട് കേട്ടോ അത്യാവശ്യം പലതിനും. ലിബർട്ടി പോൾ സ്പിരിറ്റ്സ്. ആ കുപ്പികളൊക്കെ ആണെങ്കിലും കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നറിയോ കുപ്പികളൊക്കെ കാണാൻ. ബോട്ടിൽസ് ഒക്കെ ഇത് കണ്ടില്ലേ, പോസ്റ്റഡ് സ്പൈസ്ഡ് മേപ്പിൾ ഷൈൻ റൈ വിസ്കി. ഇതാണ് ഇവിടുത്തെ ലോക്കൽ സാധനം. പെൻസിൽവാനിയ സ്ട്രൈറ്റ് റൈ വിസ്കി, പിന്നെ ലിബർട്ടി പോൾ സ്പിരിറ്റ്സ്, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മിക്സ് ചെയ്ത സാധനങ്ങളാണ്. അതായത് വോഡ്കയും ഐസ് ടീയും കൂടെ മിക്സ് ചെയ്തത്. പിന്നെ ഇത് ബ്ലഡി ഓറഞ്ച് നമ്മുടെ കോക്ടെയിൽസ്. കോക്ടെയിൽ തന്നെ പല രീതിയിൽ ഇത്തരത്തിലുള്ള ബോട്ടിൽസിൽ വരും. കോക്ടെയിൽ, റം കോക്ടെയിൽ, ചെറി കോള, ലെമണേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഞങ്ങളങ്ങനെ ഇവിടെ ഒരു കടയിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിച്ചു ഗൈസ്. ചിക്കൻ്റെ ഓ വാവ് ലുക്സ് യമ്മി മാൻ. വോ 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 അടിപൊളിയാണെന്ന് തോന്നുന്നു. ചൈനീസ് എന്തോ സാധനമാണ് ഇത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ. നല്ലതാണോ? ചോയ്സ് തെറ്റിയോ? ഇല്ല. ഇവിടെ കയറി വന്നിട്ട് ഞങ്ങള് ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരുന്നു. കുറെ ഫുഡെല്ലാം കൂടെ കണ്ടിട്ട് എന്ത് കഴിക്കണം എന്നറിയാതെ. ഒത്തിരി കൂട്ടുണ്ടായിരുന്നു, കുറെ വെറൈറ്റി സാധനങ്ങൾ. അതുകൊണ്ടാ ഇത് കൊള്ളാണോ? സാധനം ഇവിടെ തന്നെ എത്തി. മോശമല്ല, നല്ല ചോറും ചിക്കനും കൂടെ ഇട്ട് തന്നിരിക്കുന്ന ഒരു സാധനം. നമ്മളങ്ങനെ കെൻസിങ്ടൺ എന്ന് പറയുന്ന ഇവിടുത്തെ ഫിലാഡൽഫിയയുടെ ചീത്തപ്പേര് കേൾക്കാൻ കാരണമായിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കെൻസിങ്ടൺ ജെയ്സനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ ഇരുന്ന ഒരു സ്ഥലമാണത്. ജെയ്സനെ പരിചയപ്പെട്ടതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി. അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പാടാണെന്നൊക്കെ ജെയ്സണും നമ്മുടെ ബ്ലസൺ എന്ന പോലീസുകാരനും പറഞ്ഞു. ആക്ച്വലി ബ്ലസൺ നമ്മളോട് വരാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ ബ്ലസൺ ഇന്ന് 1-2 പ്രോഗ്രാംസ് വേറെ ഉണ്ടായിരുന്നത് കൊണ്ട് ബ്ലസൺ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. വിളിക്കാനായിട്ട് ജീവനുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം എന്നാ പരിപാടി. ഇത് ഓടിൻ്റെ ഒരു ലക്ഷറി ലിമോസിൻ വണ്ടിയാണ്. ഇതിൻ്റെ മേളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. ഇത് ട്രെയിനിൻ്റെ റെയിൽവേ ട്രാക്കാണ് ഇതിൻ്റെ മേളിൽ. അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെയുള്ള പല കടകളും അതായത് ഈ കടകളൊക്കെ ഇല്ല, ഇതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതായത് ഇവിടുത്തെ ഈ ഡ്രഗ് അഡിക്ഷൻ്റെ ആ ഒരു ഇത് കാരണം ഇവിടെ ആളുകൾ താമസം വരാതെ ആവുകയും ഇവിടെ റോഡിൽ പോലും ഒരു പെഡസ്ട്രിയനെ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി പല കടകളും അടഞ്ഞു കിടക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയ ഒരു സ്ട്രീറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയിരിക്കും ഇങ്ങനത്തെ ട്രോളികളൊക്കെ. ഇവരിങ്ങനത്തെ ട്രോളികളിലാണ് ഇവരുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നടക്കുക. ഇവിടെ പല കടകളും ആകെ 1-2 കടകളൊക്കെ മാത്രം ഓപ്പൺ ആയിട്ടുള്ളൂ പല സ്ഥലത്തും. ബാക്കി പലതും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ശരിക്കും ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു അധോലോക ഫീലാണ് കേട്ടോ. അതായത് മൊത്തത്തിൽ റോഡിലെങ്കും മനുഷ്യരെ പോലും മര്യാദയ്ക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ഥലം. ഇതിനിടയ്ക്ക് സ്കൂളാണെന്ന് തോന്നുന്നു ഇവിടെ കാണുന്നത്. പക്ഷേ എല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു സ്കൂളുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ നമ്മൾ വീഡിയോയിലൊക്കെ യൂട്യൂബ് വീഡിയോകളിലൊക്കെ കാണുന്ന പോലത്തെ ആൾക്കാരൊക്കെ എവിടെ ഞാനതാണ് നോക്കുന്നത്. എവിടെ ഇവിടെ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ ഇഷ്ടം പോലെ ഡ്രഗ് അഡിക്ട്സ് ഉപയോഗിച്ച സിറിഞ്ചുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് ഇറങ്ങി തപ്പി നോക്കണം. അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അവിടെ ഉണ്ട്. എവിടെ? ആ ഭാഗത്തോ? അടിപൊളി. ഈ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കണ്ടോ. ഓ നമുക്ക് എവിടെങ്കിലും റൈറ്റ് സൈഡ് നോക്കി ഒരു സ്ഥലം, സേഫ് എന്ന് പറഞ്ഞൊരു സ്ഥലം കിട്ടുകയല്ലോ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. എന്നാലും ചെയ്യുക. അവിടെ പോലീസുകാരല്ല, ആംബുലൻസുകാരാണുള്ളത് അല്ലേ? ആംബുലൻസുകാരുണ്ട്. ഫിലാഡൽഫിയ ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ സാധനം അടിച്ച് കിറങ്ങി ഇരിക്കുവാണേ അല്ലേ? പരമാവധി എങ്ങനെ ഏത് രീതിയിൽ എടുക്കാൻ പറ്റുമോ അതാണ് എടുക്കുന്നത്. അതാണ് ഇതിന്റെ മെയിൻ സംഭവം. ശരിക്കും ഇത് കുറെ വർഷമായി ഇവിടുത്തെ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അല്ലേ? കുറെ വർഷമായി എന്ന് പറഞ്ഞാൽ കുറെ വർഷമായി. ഇത് ഗവൺമെന്റ് പല രീതിയിൽ ഇത് ഒഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ഇത് നടപടിയാവുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് നടപടിയാവാത്തതാണ് ഇതിന്റെ പ്രശ്നം. പുതിയ മേയർ വന്ന ബാറ്ററിക്കകത്ത് മറ്റേ സാധനമൊക്കെ എടുക്കാൻ വേണ്ടിയായിരിക്കും. മനസ്സിലായോ? ഇവരുടെ പൈസയൊക്കെ ഉണ്ടല്ലേ അത്യാവശ്യം ആൾക്കാരുടെ. ഇവര് കടയിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ.
വെള്ളം വാങ്ങാനും ഒക്കെ ആയിട്ട് എല്ലാം സ്ലോ ആണ്, മന്ദിപ്പാണ് മൊത്തത്തിലെല്ലാവരും. ഞാൻ ആദ്യമായിട്ടാണ്, ഞാനിത് ഇഷ്ടം പോലെ വീഡിയോസ്, ഈ ഇവിടുത്തെ ആൾക്കാർ ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ ഇവിടുത്തെ സ്ഥലത്തെ പറ്റി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ ഇത്രയും വലിയൊരു സംഭവം. പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ, ഇടയ്ക്ക് ഉണ്ട്. കണ്ണു കൊടുക്കരുത് അല്ലേ? കണ്ണു കൊടുത്ത പ്രശ്നമാണ്. ഇവിടെയാണ് ഒരു ലോഡ് ആൾക്കാർ അല്ലേ? ഇവിടെയാണ് ഒരു ലോഡ് ആൾക്കാർ ഇരിക്കുന്നത്. അല്ല, ഒരുത്തൻ അവിടെ വന്ന് ചോദിച്ചു വാട്ട് ഇസ് ക്യാമറ 4 Pro എന്ന് ചോദിച്ചാ. അയ്യോ നോക്കണ്ട, വേഗം വിടാപ്പാ. നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. എടുത്ത് വെച്ചോ, വരാൻ പാടില്ല. എന്റെ പൊന്നെ, ഇത് റിയൽ ആയിരുന്നല്ലേ? ഞാനിത് റിയലൊന്നും, ഞാൻ ഈ യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ ഞാനിത് റിയൽ ആയിരിക്കത്തില്ല, ഇവർ ഫേക്ക് ചെയ്തിരിക്കുന്ന സംഭവിക്കുന്ന കരുതി. പക്ഷേ മോനെ, നിങ്ങൾ യൂട്യൂബിൽ നോക്കണം കേട്ടോ. സോംബി വില്ലേജ് അല്ലെങ്കിൽ സോംബീസ് ഇൻ ഫിലഡൽഫിയ എന്നൊക്കെ പറഞ്ഞ് നോക്കിയാൽ മതി. പെട്ടെന്ന് വണ്ടി എടുത്തു, അടുത്ത സ്ഥലം പിടിക്കാം. അവർ തന്നെ നമ്മളെ സ്കെച്ച് ചെയ്തു. പോയി ക്യാമറ കൊണ്ട് എന്തിനാ നടക്കുന്നതെന്ന് ചോദിച്ചോണ്ട്, അത് എന്റെ കുഞ്ഞു ക്യാമറ, ഊംബ്രിക്ക ക്യാമറ അവൻ കണ്ടൂന്നേ. ബ്രോ, they know everything. പറയുന്ന മനസ്സിലാക്ക്. They know each and single thing. They're trained. ഞാൻ എന്റെ ഊംബ്രിക്ക ക്യാമറ ഞാൻ എങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം കണ്ടോ നിങ്ങൾക്ക്? ഇത് കണ്ടോ? ഈ കുഞ്ഞു ക്യാമറ എൻ്റെ കയ്യിൽ ഒളിപ്പിച്ച് പിടിച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ അവിടെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ എടുത്തത്. അവന്മാർ കണ്ടുപിടിച്ചു. അവന്മാർ ഉടായ്പിൻ്റെ ഉസ്താദുമാളാ കേട്ടോ, സത്യം. അവൻ കണ്ടുപിടിച്ചത് അവൻ കണ്ടുപിടിച്ചു. അവൻ എൻ്റെ ക്യാമറ കണ്ടിട്ട് അവൻ ചോദിച്ചു എന്തിനാണ് ക്യാമറ കൊണ്ട് നടക്കുന്നതെന്ന്. പക്ഷെ അവന് നടന്ന് ഓടി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള കെൽപ്പ് അവനില്ല. പക്ഷെ അവന് ക്യാമറ കണ്ട് മനസ്സിലായി. അതെ, നാളെ സോംബികളൊക്കെ നടക്കുന്ന പോലെ നടക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാം അങ്ങനത്തെ ആൾക്കാരാണ്. അത് ഈ കട മുമ്പിലെല്ലാം അതുപോലത്തെ ആൾക്കാരാണ്. മുമ്പിൽ ആംബുലൻസ് പോകുന്നു. ഇവിടെ ഈ ആംബുലൻസും പോലീസും അതേപോലെ തന്നെ അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇതൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം ഇവിടെയൊക്കെ ആൾക്കാർ ഏത് സമയത്തും വയ്യാണ്ടാവുന്ന കുറേ ആൾക്കാരാണ്. അയ്യോ, അവിടൊക്കെ ഇത് തന്നെ പരിപാടി. ഇത് എന്തോന്ന് ബ്രോ, ഇത് ഭയങ്കര ഇത്. എനിക്കിത് മര്യാദക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമുക്കിത് എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ അമ്മമാര് എന്താ ചെയ്തതെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഈ ഒരാള് നടക്കുന്ന കണ്ടില്ല നോക്കി, ശരിക്കും സോംബീസ് നടക്കുന്ന പോലെയാണ്. അതാണ് സംഭവം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സഹായിക്കാനായിട്ട് പല പല സർവീസസ് ചെയ്യാൻ വേണ്ടി, ഇവരെ ഫുഡ് കൊടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വരുന്ന കുറേ ആൾക്കാരെ നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കും. ഇവിടെ ആകെ കുറച്ച് കടകളെന്ന് പറയാനായിട്ടുള്ളത് മൊബൈൽ കടയും പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ബാറ് അങ്ങനത്തെ സെറ്റപ്പുകൾ മാത്രമേ ഉള്ളൂ. ഒരു പിള്ളിക്കാർ നടന്നു പോകുന്നതുകൊണ്ട് എനിക്ക് ഇതിങ്ങനെ കൂരി പിടിച്ച പോലെ ആയി പോവാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവര് അവിടെ ഒരാൾ, അങ്ങ് ദൂരെ ഒരാൾ ഇരിപ്പുണ്ട്. എല്ലാം ഇങ്ങനെ കൂടി ഇരിക്കുന്ന കണ്ടോ. പച്ചയ്ക്ക് ഡ്രഗ്സ് വയ്ക്കുന്ന കാണാം. അതായത് ഇവർ ഉപയോഗിക്കുന്നത് നമ്മൾ പല ആളുകളും കാണുന്ന പോലത്തെ ഡ്രഗ്സ് അല്ല. ഇവരുപയോഗിക്കുന്നത് ഹൈലി എന്താ പറയുക, ഡേഞ്ചറസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്ന ടൈപ്പ് ഡ്രഗ്സാണ് ഇവരൊക്കെ പലരും ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ പോലീസുകാരൊക്കെ വരാൻ തന്നെ പേടിയാണ് ഇവർക്ക് പലർക്കും. കാരണം അത്രയ്ക്കൊരു നട്ടോറിയസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഇവിടെ എല്ലായിടത്തും ആംബുലൻസും ബാക്കിയുള്ള സംഭവങ്ങളും പിന്നെ സന്നദ്ധ പ്രവർത്തകരും അങ്ങനെയുള്ള പല ആൾക്കാരും ഇവിടെ ഉണ്ട് പല സ്ഥലത്തും. കണ്ടില്ലേ നോക്കി? അവരൊക്കെ അവിടെ പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കണ്ടില്ലേ? എൻ്റെ അമ്മോ, അവിടെ ഒരു ലോഡ് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ വരുന്നതാണ്. ഇവരൊക്കെ അഡിക്ട്സ് ആണ്. അഡിക്ട്സ് എന്ന് പറഞ്ഞാൽ അറ്റത്തെ അഡിക്ട്സ് ആണ്. ഇവരെയൊന്നും തിരിച്ചു കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരാണ് ഇവിടെ. കണ്ടില്ലേ? ഇത് രക്ഷയില്ല കേട്ടോ. ഒരാളവിടെ നിൽക്കുന്നു, പിന്നെ അവർ കുറച്ചു പേര് ഇവിടെ ഇരിക്കുന്നു. പിന്നെ പല ആൾക്കാരും വീൽ ചെയറിലായവരുണ്ട്. അതായത് ഇവര് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റാതെ ഡിസബിലിറ്റി ഒക്കെ ഉണ്ടായിട്ട് വീൽ ചെയറിലായിപ്പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പുള്ളി എന്തോ അവിടെ ഇരുന്ന് എന്തോ വലിച്ചോണ്ടിരിക്കുന്നു. ഡ്രഗ്സ് എന്തോ അവിടെ ഇരുന്ന് വലിച്ചോണ്ടിരിക്കുകയാണ്. ഇവരെനിക്ക് തോന്നുന്നു ഈ ID കാർഡ് ഇട്ടവര് എന്തോ സഹായിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു.
അതുകൊണ്ട് അവിടെ ഒരാളിരുന്ന് വലിച്ചുകൊണ്ടിരിക്കുന്നു. വലിയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ അവിടെ അവർ കൂനിക്കൂടി നിൽക്കുന്നു. ഒരാളവിടെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. അതായത് മനുഷ്യനൊക്കെ ഏത് രീതിയിൽ ഏത് അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉത്തമ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. ഇവിടെ കുറേ ആൾക്കാർ ടെൻ്റൊക്കെ അടിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഇവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും. അവിടെ അവർ കുറച്ച് പേരിപ്പുണ്ട്. ഇത് പ്രശ്നം എന്താ പറഞ്ഞാൽ, എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും ഇവരിങ്ങനെ പുറത്തിരുന്ന് നോക്കുന്നുണ്ട്. പല ആൾക്കാരും നമ്മളെ നോട്ടീസ് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ അവിടെ ഇവിടെ നിൽപ്പുണ്ട്. അവർ നമ്മളെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കെച്ച് ചെയ്യുന്ന പോലെയാണ്. പിന്നെ അവർ അവരുടെ ടീമിനെ ഇൻഫോം ചെയ്ത് പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ തൂങ്ങേണ്ടി വരും. അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. സോ പുറത്തിറങ്ങണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ലിറ്ററലി ചെറിയൊരു പേടിയുണ്ട്. ഒരു പുള്ളി നിൽക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിരിക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മേ, ഇത് ശരിക്കും ഇവർ ഹോംലെസ് ആയി മാറുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഇവർ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ഹോംലെസ് ആയിട്ട് മാറിപ്പോവാണ്. പിന്നെ ഫുള്ള് സ്കെച്ചിങ് ആണ് കേസ്. നമ്മളെ മൊത്തം സ്കെച്ച് ചെയ്ത് 2 ഇന്ത്യക്കാരിവിടെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞോട്ടെ. ഞാൻ പറയാം, ഇത് വീഡിയോ എടുക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്നറിയാമോ? ഇവന്മാരിൽ ആരെങ്കിലും ഒരുത്തന്നെ നമ്മള് സെറ്റാക്കണം. അവന് പൈസ ഒന്നും കൊടുക്കരുത്. അവന് പൈസ അല്ല ആവശ്യം, അവന് വേണ്ടത് വേറെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവന്മാർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ, ലോക്കൽ നല്ല ഇവിടത്തുകാരായിട്ടുള്ള ആൾക്കാരെ കിട്ടിയാൽ മാത്രമേ, പോലീസുകാർ വന്നിട്ട് പോലും കാര്യമില്ല, എടുക്കാൻ പറ്റും. അവരെല്ലാം നോക്കുന്നു, ഒരുമാതിരി മെനേട്ട നോട്ടോ എല്ലാവരും നോക്കുന്നു കേട്ടോ. ഞാൻ ആലോചിക്കുന്നത്, ഇവിടൊക്കെ താമസിക്കുന്ന വീടുകൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഇതൊക്കെ പൂട്ടി, പല വീടുകളും ഒഴിഞ്ഞു കിടക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. ഇവര് ഒഴിഞ്ഞു പോയി കാണും കംപ്ലീറ്റ് അത്തരത്തിൽ. ഇവിടെ ഒരു കുറേ സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അവിടെയൊക്കെ റോഡിൽ ആൾക്കാരിരിക്കുക. ഇവിടെ പച്ചക്കിരുന്ന് മറ്റേ സിറിഞ്ച് ഉപയോഗിച്ച് വലിക്കുന്നതല്ലല്ലോ, കുത്തി വയ്ക്കുന്നത് നമുക്ക് പല സ്ഥലത്ത് കാണാൻ സാധിക്കും. പിന്നെ റോഡിലൊക്കെ ഇഷ്ടംപോലെ സിറിഞ്ചൊക്കെ കുത്തി ചുമ്മാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, നീഡിലും അതും ഇതൊക്കെ കാണാൻ സാധിക്കും. ഇവർക്കിടയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് കണ്ടില്ലേ, ഒരുത്തൻ കുപ്പി വലിച്ചെറിഞ്ഞുണ്ടോ? ഉണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് HIV, പിന്നെ ഈ പറഞ്ഞ പോലെ സെക്ഷൽ വയലൻസ്, സെക്ഷൽ അബ്യൂസ്. ഇവിടെ വരുന്ന ഈ പെൺകുട്ടികളായിട്ടുള്ള ആൾക്കാരൊക്കെ ഉപദ്രവിക്കുക, പിന്നെ പറഞ്ഞ പോലെ ഡ്രഗ്സിന് വേണ്ടിയുള്ള സംഭവങ്ങൾ, പിന്നെ സെൽഫ് ഹാമിങ്, അങ്ങനെയുള്ള പല സംഭവങ്ങളുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഈ വീഡിയോ ഭയങ്കര ഷെയ്ക്കി ആയിരിക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് നമുക്കൊന്നും കിട്ടിയെന്ന് വരില്ല. മാക്സിമം ഞങ്ങളുടെ ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മളിത് എടുക്കുന്നത്, മറ്റൊക്കെ ചെയ്യുന്നത്. സോ അവർ വോളണ്ടിയർ ആണോ? അല്ലല്ലേ, ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കൊണ്ട് സഹായിക്കാനും മറ്റൊക്കെ കൊടുക്കാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവനതൊന്നും വാങ്ങാനുള്ള ബോധം പോലും ഇല്ല ബ്രോ, ഒന്നുമില്ല. മനസ്സിലായില്ലേ? ആൾക്കാർക്ക് അതിനുള്ള ഒരു ഇതുപോലും ഇല്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കി, എന്തൊരവസ്ഥയാണെന്ന് നോക്കി. എക്സ്ട്രീംലി സ്പൈ ക്യാമറ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മര്യാദയ്ക്ക്. ഇവിടെ അവിടെ പോലീസുകാർ വന്നു അവിടെ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. എന്നാലും ഇവിടെയൊക്കെ പോലീസുകാർ പോലും പേടിച്ച് വിറച്ചായിരിക്കും സത്യം പറഞ്ഞാൽ വരുന്നത് ഇവരുടെയൊക്കെ ഇടയിലേ. ഇല്ലാന്നുണ്ടെങ്കിലേ ഇത് എന്താ സംഭവിക്കുന്നത്, എങ്ങനെ ആയിരിക്കും, എങ്ങനെ അറിയാം? ഇൻഫെക്ഷൻ അവിടെ കാലയിലൊക്കെ കുത്തിവെച്ചതിന്റെ ശരിയാട്ടോ, നിങ്ങൾ പറഞ്ഞ ശരിയാ. അതും വേറൊരു പ്രശ്നമാണെന്ന് തോന്നുന്നല്ലേ, ഈ കുത്തിവെച്ച് അതിന്റെ ഇതുമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ? നിങ്ങളുടെ ഹോസ്പിറ്റൽസിലൊക്കെ വരുന്നതല്ലേ ഇഷ്ടംപോലെ ആൾക്കാര്? ഞാൻ ക്യാമ്പ്ടണിലാണ് ജോലി ചെയ്യുന്നത്. സോ അവിടെ ഇതൊരു കൊച്ചു മിനി കെൻസിംഗ്ടൺ പോലെ. ഓക്കെ. സോ ഒരാള് സ്പാനിഷില് സുവിശേഷം ചൊല്ലുന്നുണ്ട് അവിടെ നിന്നിട്ട് നന്നാക്കാൻ വേണ്ടി. പുള്ളിക്കാരൊക്കെ അവിടെ കുനിഞ്ഞെങ്കിൽ അവർക്ക് എണീക്കാൻ പോലും വയ്യ. മനസ്സിലായില്ലേ? അവരവിടെ കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നോക്കിയേ, ഇതെന്താ സംഭവം? ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരാളവിടെ ആടി നിൽക്കുവാണോ, ആടി നിൽക്കുന്നത്, ഇവർ സംസാരിക്കുവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടുപേരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണോ? നോക്കി, അവനിപ്പോൾ വീഴെന്ന് പറഞ്ഞോണ്ടാ നിൽക്കുന്നത് അവിടെ. അവിടെ ഇവന്മാരൊക്കെ എത്ര ചെറുപ്പക്കാർ പിള്ളേരാണ്. നോക്ക് ബ്രോ, ആ ചെറുക്കനൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയുണ്ട് അവനെ കാണാനൊക്കെ. അവൻ എന്ത് ഭംഗിയുള്ള ആൾക്കാരൊക്കെയാണ്, എത്ര ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇവരൊക്കെ സംഭവിക്കുന്നത് വീട്ടിൽ നിന്ന് ഡ്രഗ് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ, അവിടെയുണ്ട് ഡ്രഗ് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമല്ലോ, പിന്നെ വീട്ടിൽ കയറാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഹോംലെസ് ആയി മാറുന്നതാണ്. അതാണ് പിന്നെ ഇവിടെ വന്നിട്ട് കൂടുന്നത്. പിന്നെ അവർക്ക് വേണ്ട ഡ്രഗ്സ് കിട്ടുന്ന സ്ഥലത്ത് അവർ വന്ന് നിൽക്കും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ആൾക്കാർ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇത്തരത്തിലൊരു വലിയൊരു ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു സെറ്റിൽമെന്റ് ആയി മാറിയത്. അതുകൊണ്ട് അവിടെ ഒക്കെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടോ? നോക്കിയേ,
എനിക്കിത് വണ്ടി സ്ലോ ഡൗൺ ചെയ്ത് അവിടെ നിർത്തി ഒന്ന് എടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ്. നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. കണ്ടില്ലേ, ഒരാളവിടെ നിൽക്കുന്നുണ്ടോ? അവിടെ താഴെ ഒരാൾ ഇരിപ്പുണ്ട്. ആളോട് അയാൾ പോയി സംസാരിക്കാനുള്ള എന്തോ പരിപാടിയാണ്. പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇവരൊക്കെ എത്രത്തോളം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പോലീസിന്റെ വണ്ടി അവിടെ ഇവിടെയൊക്കെ ഇതേപോലെ കൊണ്ടിട്ട് അവർ അവിടെ കിടപ്പുണ്ട്. എന്ത് ചെയ്യാനാ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആൾക്കാർ കൂടി. ഇപ്പൊ എന്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. ഇവര് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഏരിയയില്. നിങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞങ്ങളോ നിങ്ങളിത് എത്ര നാളുകൊണ്ട് കാണുന്നുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ? വന്നപ്പോ തൊട്ടേ അറിയാം കെൻസിംഗ്ടൺ ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇപ്പൊ ഇവരെ കൊണ്ട് എവിടെ കൊണ്ട് പാർപ്പിക്കും, അതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇവരെ കൊണ്ട് എവിടെയെങ്കിലും പാർപ്പിച്ചു കഴിഞ്ഞാൽ ഇവരവിടെ കിടക്കില്ല. അവർക്ക് ഡ്രഗ്സ് വേണം. അവർ ഡ്രഗ്സ് കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോവും. അല്ലേ ഇപ്പൊ എന്ത് A to Z നിർത്തണം. A to Z ഡ്രഗ്സ് നിരോധിക്കാൻ പറ്റുന്ന ഏത് രാജ്യമുണ്ട്? എവിടെയാണ് ഡ്രഗ്സ് കിട്ടാൻ? അല്ല, ഇവർക്ക് കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട്, ബെഡൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് താമസിക്കണം. അത് പക്ഷെ ഇവര് തമ്മിൽ അടിയുണ്ടാവും. അപ്പൊ അവിടെ താമസിക്കാൻ പ്രശ്നങ്ങളുണ്ട്. ഈ ഡ്രഗ് അഡിക്റ്റ് ആകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു ഡ്രഗ്സ് ഉപയോഗിക്കാണ്ടിരിക്കുക. പറഞ്ഞ പോലെ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യത്തിലായിരിക്കും തുടങ്ങുന്നത്. പിന്നെ നമ്മളിങ്ങനെ ലഹരി എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ആളുകളൊക്കെ. ഈ അവസ്ഥയൊക്കെ നാളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് ആര് പറഞ്ഞു? ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഡ്രഗ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒരു പുള്ളിക്കാരി അവിടെ ഒന്ന് കാണിക്കുന്നുണ്ടോ നോക്കി. അപ്പോൾ മയക്കുമരുന്ന് എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിക്കാണ്ടിരിക്കുക. ഉപയോഗിച്ചു കഴിഞ്ഞാൽ നാളെ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ആരാണെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിലും എത്തിപ്പെട്ടു എന്ന് വന്നേക്കാം. ഇങ്ങനെ നീണ്ടു നിവർന്നിങ്ങനെ പോകുന്ന ഒരു വലിയൊരു ശൃംഖലയാണ്. ആ ശൃംഖലയിലേക്കൊന്നും പോയി പെടാതെ ആകെയുള്ളൊരു ജീവിതം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആസ്വദിക്കുക. യാത്രയെ നിങ്ങളുടെ ഒരു ലഹരിയായിട്ട് കാണുക, അല്ലെങ്കിൽ ഭക്ഷണത്തെ ഒരു ലഹരിയായിട്ട് കാണുക. എന്തൊക്കെ ലഹരിയായിട്ട് കാണാം, പോട്ടുക, അറ്റ്ലീസ്റ്റ് കള്ളുപിടി, എന്തെങ്കിലും ചെയ്യും. അത് ലിമിറ്റ് വെച്ച് കള്ളുപിടി. അതായത് അതിലപ്പുറത്തേക്ക് അതും ഓവറായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ടിരിക്കുക. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പ്ലീസ്.